കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും മെയിൻസിൻ്റെ ക്യൂയുടെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് നടന്നു. 1000 പേര് വോട്ട് ചെയ്തു. ഒരു റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. 10% ഇൻവാലിഡ് ആയിപ്പോയി. കുറച്ച് ഡിസ്കസിന് ശേഷം ഈ 1000 പേര് വീണ്ടും വോട്ട് ചെയ്തു. അപ്പോൾ അവിടെ 20% ഇൻവാലിഡ് വോട്ടുണ്ടായി. ഇനി ഒപ്പോണൻസ് 50% കൂടി മോഷൻ വാസ് നോ റിജക്റ്റഡ് ബൈ മെജോറിറ്റി 300% മോർ ദാൻ ഇറ്റ് വാസ് ഫോർമലി പാസ്ഡ് ബൈ. അതായത് ആദ്യത്തെ വോട്ടിങ്ങിൽ ഈ ഒരു റെസൊല്യൂഷൻ പാസ്സായി, പക്ഷേ രണ്ടാമത്തെ വോട്ടിങ്ങിൽ ആ റെസൊല്യൂഷൻ എന്തായി, റിജക്റ്റായി. ഓക്കെ, ഇനി ആദ്യത്തെ വോട്ടിങ്ങിൽ എഗെയിൻസ്റ്റ് വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണത്തിനേക്കാളും 50% കൂടുതലാണ് രണ്ടാമത്തേൽ എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ആദ്യം വോട്ട് ചെയ്തപ്പോൾ പാസ്സായി എന്നല്ലേ പറഞ്ഞത്, അവിടുത്തെ മെജോറിറ്റിനേക്കാളും 300% കൂടുതലാണ് സെക്കൻഡ് കേസിൽ വോട്ട് ചെയ്തപ്പോൾ റിജക്റ്റായ മെജോറിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാരണം 1000 ആൾക്കാർ വോട്ട് ചെയ്തു. ആദ്യം 10% ഇൻവാലിഡ് അല്ലേ, അപ്പോൾ ബാക്കി 900 വോട്ട് അവിടെ വീണിട്ടുള്ളൂ. രണ്ടാമത്തെ കേസിൽ 20% ഇൻവാലിഡ് ആണ്, അപ്പോൾ ബാക്കി 800 വോട്ട് അവിടെ വീണിട്ടുള്ളൂ. ഫേവറായിട്ട് വോട്ട് ചെയ്തു, എഗെയിൻസ്റ്റായിട്ട് വോട്ട് ചെയ്തു, ഫേവറായിട്ട് വോട്ട് ചെയ്തു, എഗെയിൻസ്റ്റായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ നോക്കി, ഫസ്റ്റത്തെ വോട്ടിങ്ങിൽ ഈ റെസൊല്യൂഷൻ പാസ്സായി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ റെസൊല്യൂഷൻ പാസ്സാവണമെങ്കിൽ 900 വോട്ടല്ലേ അവിടെ ഉള്ളത്. ഇത് ടൈ ആവണമെങ്കിൽ 450 വോട്ടാണെങ്കിൽ ടൈ ആവുക. അപ്പോൾ എഗെയിൻസ്റ്റ് ആണ് ഓപ്ഷനിൽ കിടക്കുന്നത്. ഇത് എഗെയിൻസ്റ്റ് ഇതുമാണെങ്കിൽ ഇത് പാസ്സാവണമെങ്കിൽ 450-നേക്കാളും കുറഞ്ഞ ഒരു വാല്യൂ എഗെയിൻസ്റ്റിൽ വരണ്ടേ. 450-നേക്കാളും കുറഞ്ഞ എത്ര ഓപ്ഷൻ ഉണ്ട്? ഒന്നേ ഉള്ളൂ. അത് തന്നെയാണോ നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ എഗെയിൻസ്റ്റ് 400 ആണെങ്കിൽ ഫേവറബിൾ 500 ആയിരിക്കും. ഇനി എഗെയിൻസ്റ്റ് 50% ഇൻക്രീസ് ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 600. അപ്പോൾ ഇവിടെ എത്ര വരും? 200. ഇവിടെ ഇത് അപ്രൂവ് ആയ മെജോറിറ്റി എത്രയാണ്? 100. ഇവിടെ ഇത് റിജക്റ്റായ മെജോറിറ്റി എത്രയാണ്? 400. ഓക്കെ, ഇനി നോക്കി, പണ്ടത്തെ മെജോറിറ്റിനേക്കാളും 300% കൂടുതലാണ് ഇപ്പോഴത്തെ മെജോറിറ്റി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. ഇതല്ല ആൻസറെങ്കിൽ ആൻസർ ചെയ്ത് ഒന്നനെ, നൺ ഓഫ് ദീസ് ഒന്നനെ. മനസ്സിലായോ? രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോവാണേ. ഒരു 12 ഷെയറിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്. അതിൻ്റെ അകത്ത് വിഷൻ പവർ, വിഷൻ ഇൻഫ്ര, വിഷൻ കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ വെയിറ്റേജ് ടോട്ടലിൻ്റെ 7%, 13%, 15% ആണ്. ഓക്കെ, അതായത് ആ ഒരു ഇൻഡെക്സിൽ ഈ 3 ഷെയറിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 7, 13, 15%. ഇനി ഈ 3 ഷെയർ 9, 10, 4% വെച്ച് ഇൻക്രീസായി. ടോട്ടൽ ഇൻഡെക്സ് 6% ഇൻക്രീസ് ആയെങ്കിൽ അതേഴ്സ് എത്ര ശതമാനം ഇൻക്രീസ് ആയെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ടോട്ടൽ ഒരു 100 അല്ല വേണ്ട, ടോട്ടൽ ഓക്കെ 100 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 3 ഷെയർ 7, 13, 15 ആയിരിക്കത്തില്ലേ. ഇനി നമ്മുടെ ഈ ഇൻഡെക്സ് മൊത്തത്തിൽ എത്ര ശതമാനം ഇൻക്രീസായി? ഇൻഡെക്സ് മൊത്തത്തിൽ എത്ര ശതമാനം ഇൻക്രീസായി? 6% ഇൻക്രീസായി. അപ്പോൾ മൊത്തം എത്രയും 106 ആയി. ഇനി ഇവർ കൂടാതെ അതേഴ്സ് ഉണ്ടാവുമല്ലോ, ഇവർ കൂടാതെ അതേഴ്സ് ഉണ്ടാവും. അത് എത്രയായിരിക്കും? ഇത് 35, 5 40, 65 റിമൈനിങ്. ഓക്കെ, ഇവരിനകത്ത് എത്ര ശതമാനം വെച്ച് ഇൻക്രീസ് ആവും? 9, 10, 4% വെച്ച് ഇൻക്രീസ് ആവത്തില്ലേ. 7-നകത്ത് 9% ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞാൽ 0.63 ആണ് ഇൻക്രീസ് ആവുക. 13-ൽ 10% ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞാൽ 1.3 ആണ്. അപ്പോൾ 14.3 ആയി മാറും. മറ്റേതിൽ 4% എന്ന് പറഞ്ഞാൽ 0.6 ആണ്. 15.6 എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേനും 29, 36. പിന്നെ വരുന്നത് 3, 6, 12, 12, 3, 15, ക്യാരി 1. അപ്പോൾ 37.53 ആണ് ഇവർക്ക് വന്നിരിക്കുന്ന കൂടുതൽ. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കൂടിയത് 106, ഇവർ കൂടിയത് 37.53. കുറച്ച് അതേഴ്സിനകത്ത് വന്ന് കൂടുതൽ കിട്ടത്തില്ലേ, അല്ലെ അതേഴ്സിൻ്റെ പുതിയത് കിട്ടത്തില്ലേ. കുറയ്ക്കുമ്പോഴത്തേനും 0.47. അപ്പോൾ 38ആയി. 38 46, പിന്നെ 6, 68.47 കൂടിയിരിക്കുന്നത്. അത് എത്ര ശതമാനം കൂടിയെന്ന് കണ്ടുപിടിക്കേണ്ടത്. 3.47 ബൈ 65 ഇൻറ്റു 100. ഇത് ചെയ്ത ആൻസറാണ്. ഓക്കെ, ഇത് വിട്ടുപോകുന്നത് നമുക്ക് നോക്കാം. 5, 13 × 5 അല്ലേ 65. 13 മേളിൽ 26, 26 8 37. 87 13 വെട്ടുമോ? 13 അവിടെ വെട്ടത്തില്ല, എന്നാലും നമുക്ക് ചെയ്യാം. ഓക്കെ, 13 ×
678 13 × 7 91. അപ്പോൾ 15 × 6 78 9. ഓക്കെ, 90 13 × ഏകദേശം ഒരു 7 നമുക്ക് കൊടുക്കാം അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇത് 5, ഇതിവിടെ 20. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 267 × 2. ഞാൻ ഡെസിമലൊന്നും നോക്കുന്നില്ല കേട്ടോ, നേരെ ഡിജിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 520 534 എന്നൊരു സാധനം കിട്ടും. ഓക്കെ, ഈ ഡിജിറ്റ്സ് എവിടെ കിടപ്പുണ്ട്? 5.34 ആയിട്ട് കിടപ്പുണ്ട്. ഉറപ്പായിട്ടും അതായിരിക്കും ആൻസർ. ഓക്കെ ആണോ? നമ്മൾ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. എന്തായാലും ആൻസർ സീറോസും ഡെസിമൽസും ഒക്കെ ആയിരിക്കും. കറക്റ്റ് നമ്മുടെ ഡിജിറ്റുകൾ കയറുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോവാണേ. 3ാമത്തെ ക്വസ്റ്റ്യൻ. A, B and C start a business by investing 70,000 that earns him a profit of 42 at the end of the year. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എടുത്ത് അയാൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 2520 വേണം. അത് എയുടെ പ്രോഫിറ്റ് ഷെയറിൻ്റെ 21% ആയിരിക്കത്തില്ലേ? അപ്പോൾ എക്ക് എത്ര കിട്ടിയത്, അല്ലെങ്കിൽ എയുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 21 42 2 0 പിന്നെ 2 0 കൂടെ 12,000 എയുടെ പ്രോഫിറ്റ് ഷെയർ. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന അയാൾ കിട്ടിയ ഇൻട്രസ്റ്റ് 4200 അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എത്ര സ്കീമിലാണ്? 20% സ്കീമിലാണ്. അപ്പോൾ ബി മുടക്കിയതിൻ്റെ 20% അയാളുടെ ഇൻട്രസ്റ്റ്. അത് 4200. അപ്പോൾ ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 20% 4200 ആണെങ്കിൽ 10% 2100. അപ്പോൾ മൊത്തം 21,000 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഷെയർ എത്രയായിരിക്കും? മൊത്തം കിട്ടിയ പ്രോഫിറ്റ് 42,000. 42,000 നിന്ന് 20 കുറയ്ക്കണ്ടേ? 42,000 12,000 കുറച്ച് ബാക്കി 30,000. 30 21 കുറച്ച് ബാക്കി 9,000 സിക്ക് കിട്ടിയ 9,000 സിയുടെ പ്രോഫിറ്റ് ഷെയർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് സിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവരുടെ ടൈമിനെ പറ്റി ഇവരൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. അപ്പോൾ എല്ലാവരും 1 വർഷം ബിസിനസ് ചെയ്യുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവരുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ തന്നെയായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 12,000 21,000 9,000 വെട്ടാനൊരു 3 ഉണ്ട്. അപ്പം 4 7 3 എന്ന് വരും ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ. ഈ റേഷ്യോയിൽ കട്ട് ചെയ്യുവാണെങ്കിൽ 3/14 ഇൻറ്റു ടോട്ടൽ എത്ര ഇവർ ഇൻവെസ്റ്റ് ചെയ്ത്? ടോട്ടൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 70,000. 14 × 5 70,000. അപ്പോൾ 3 × 5 15,000 ഈ പറഞ്ഞ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണേ. അടുത്ത ദിവസം വായിച്ചു നോക്കട്ടെ എല്ലാവരും. ശശി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ 90,000 രൂപയുണ്ട്. അയാൾ മൊബൈലും ഐപ്പാഡും ലാപ്പും മേടിച്ചു. 15,000 13,000 35,000. ബാക്കി പൈസ അയാൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 15% പെർ ആൻ ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ ആ പ്രൊഡക്റ്റുകൾ 80% വിലയ്ക്ക് വിറ്റു. അതായത് ഓൾറെഡി മുടക്കേൻ്റെ 80% വിലയ്ക്കും പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയ ടോട്ടൽ എമൗണ്ടും കൂടെ ഫുൾ എടുത്ത് അയാൾ വിറ്റ്. മൊത്തത്തിൽ എത്ര ശതമാനം അയാളുടെ അസറ്റിൽ ചേഞ്ച് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി 15,000 13,000 35,000 എല്ലാം കൂടെ ആഡ് ചെയ്താൽ 40 50 63,000 എന്ന് വരത്തില്ലേ? പിന്നെ മിച്ചം എത്രയുണ്ട്? 63 7 70 70 20 90. ഇതാണ് ഇയാളുടെ കോസ്റ്റിൻ്റെ റേഷ്യോ. 9 വെച്ച് കിട്ടിയാൽ 7:3 എന്ന് വരത്തില്ലേ? ഞാൻ അലിഗേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിനകത്ത് 80% വിറ്റ്, അതായത് 20% ഡ്രോപ്പ് ആവും. സെക്കൻഡ് ചെയ്ത് 15% വെച്ച് 2 വർഷം. നെറ്റ് ചേഞ്ച് എത്രയാണ്? 15 വരച്ച് 30 32.25 കിട്ടത്തില്ലേ? നടുക്ക് വരുന്ന സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, മേളത്തെ ഡിഫറൻസ് എത്രയാണ്? 52.5. താഴത്തെ സമ്മ് 10 അല്ലേ? അപ്പോൾ ഒരു പാർട്ട് 5.225 ആണ്. 3 പാർട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 52 × 3 156.75, അതായത് 15.675 എന്ന് വരും ഇവിടുത്തെ സംഭവം.
ബാലൻസ് ആയി കഴിഞ്ഞാൽ നടുക്കത്ത് കിട്ടാൻ വേണ്ടി ചെറുതും ഓപ്പോസിറ്റ് ഉള്ളതും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ബേസിക്കലി ഇൻ എഫക്റ്റ് വരുന്നത് 20 മൈനസ് 15.675 അപ്പോൾ 0.25 0.3 16 4 അതായത് -4.325% നെറ്റ് അയാളുടേത് ഡ്രോപ്പ് ആവാൻ പോകുന്നത്. -4.325. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നിശാന്ത് MRP-നേക്കാളും 20% കുറവിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു. എന്നിട്ട് അയാൾ 10% പ്രോഫിറ്റ് ഓൺ MRP-യിൽ വിൽക്കാമെന്ന് അയാൾ പറയുകയാണ്. ഓക്കെ, നിഖിൽ 500 രൂപ കൊടുത്തു. ഹി അഗെയിൻ ചീറ്റഡ് ബൈ ഗിവിംഗ് ഹിം 125 ഇൻസ്റ്റെഡ് ഓഫ് 225. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് ബൈ നിശാന്ത്. അപ്പോൾ നിശാന്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ MRP 100 ആണെങ്കിൽ അയാൾ മേടിച്ചത് 20%, അതായത് 80 ഡിസ്കൗണ്ടിലാണ് മേടിച്ചത്. പക്ഷേ അയാൾ വിൽക്കാൻ പോകുന്നത് പ്രോഫിറ്റ് 10% ഓഫ് MRP 110 വിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 8, 10, 11 ഇതാണ് സാധനത്തിൻ്റെ MRP, ഇതാണ് അയാൾക്ക് വന്ന കോസ്റ്റ്, ഇതാണ് അയാൾ വിൽക്കാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഖിൽ 500 രൂപ കൊടുത്തപ്പോൾ അയാൾ 225 രൂപയ്ക്ക് 125 രൂപ കൊടുത്തോളൂ. അപ്പോൾ ശരിക്കും വിൽക്കാമെന്ന് പറയുന്ന പൈസ, ശരിക്കും ഇയാൾ വിൽക്കാമെന്ന് പറയുന്ന പൈസ 500 മൈനസ് 225 ആണ്. അപ്പോൾ 300. അപ്പോൾ മൊത്തം 275 വിൽക്കാമെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ് 11 പാർട്ട് 275 ആണ്. അപ്പോൾ ഒരു പാർട്ട് 25 അല്ലേ, 25 8 എന്ന് പറഞ്ഞാൽ 200 അല്ലേ? റെഡിയാണോ? ഇനി പക്ഷേ ആക്ച്വലി ഇയാൾ വിറ്റത് എത്രയാണ്? 275 വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ആക്ച്വലി എത്രയാണ് വിറ്റത്? 500 തന്നിട്ട് 125 രൂപയല്ലേ തിരിച്ചു കൊടുത്തോളൂ. അപ്പം മൊത്തം 375 രൂപയ്ക്കാണ് ഇയാളെ സാധനം വിറ്റത്. പറഞ്ഞ് മനസ്സിലായോ? 500 രൂപ അയാൾ കൊടുത്തു, 225 കൊടുക്കുന്ന 125 രൂപ കൊടുത്തോളൂ. അപ്പോൾ 225 കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും 275 സെല്ലിംഗ് പ്രൈസ് അയാൾ, അതായത് ഈ നിശാന്ത് വിൽക്കാൻ ഉദ്ദേശിച്ച പൈസ അതാണ്. പക്ഷേ മറ്റേ പിന്നെയും പറ്റിച്ച് 125 തിരിച്ചു കൊടുത്തോളൂ. അതായത് 100 രൂപ കൂടെ കൂട്ടിയാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ നിശാന്തിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ചിരിക്കുന്നത്. നിശാന്തിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 200 അയാളുടെ കോസ്റ്റ്, 375 അയാളുടെ പ്രോഫിറ്റ്. അപ്പോൾ 175 അയാളുടെ പ്രോഫിറ്റ്, കോസ്റ്റ് 200 × 100 അല്ലെങ്കിൽ 175 പകുതി എടുത്താൽ നേരെ ആൻസർ കിട്ടും. എത്ര വരും? 87.5 കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ, 174 175. ഓക്കെ, 87.5% ഇയാളുടെ പ്രോഫിറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ബേസിക്സ് ഒക്കെ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ കണ്ടൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയി ബേസിക്സും കാര്യങ്ങളെല്ലാം പഠിച്ച് അത്യാവശ്യം പ്രിലിംസ് ലെവൽ കണ്ടൻറ്റുകളെല്ലാം, പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനുള്ളൊരു സെറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് സീരീസ് കാണാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലുള്ളവർക്ക്, അതായത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സീരീസ് വൈകാതെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രിലിംസൊക്കെ കഴിഞ്ഞ് വെക്കുന്നവരെല്ലാവരും ഈ ഒരു സീരീസ് മുടങ്ങാതെ തന്നെ കാണുക. അത്യാവശ്യം കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊരു ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോ പഠിക്കാം. ഓക്കെ, താങ്ക് യു.